നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേസ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. വയോധികയായ മാതാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ മകൾക്കെതിരെ അതിരപ്പള്ളി പോലീസ് കേസെടുത്തു. അതിരപ്പള്ളി കള്ളംകുഴി വെളുത്തായി ബീനയ്ക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. കുടുംബ വഴക്കിനെ തുടർന്നുണ്ടായ തർക്കത്തിനിടെയാണ് വെട്ടേറ്റത്. വെള്ളാങ്കല്ലൂർ വെളയനാട് കാറും ബൈക്കും കൂട്ടിയിടിച്ച അപകടം. 2 പേർക്ക് പരിക്ക്. വെളയനാട് സെന്ററിൽ ഇന്ന് രാവിലെ 8:15 അപകടം. അപകടത്തിൽ ബൈക്ക് യാത്രക്കാരിക്കും കാർ ഡ്രൈവർക്കും പരിക്ക് പറ്റി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് മലയാള സിനിമാ മേഖലയിലുണ്ടായ വെളിപ്പെടുത്തലിൽ പ്രതികരണവുമായി കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപി. വലിയ സംവിധാനത്തെ തകർക്കുകയാണ് മാധ്യമങ്ങളെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. മുകേഷിന്റെ കാര്യം കോടതി തീരുമാനിക്കും. ചാലക്കുടി നഗരസഭയിലെ സ്വതന്ത്ര കൌൺസിലർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് CITU വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലെ പാർക്കിംഗ് ഫീസ് പിരിക്കൽ തടയുകയും നഗരസഭാ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള കൌൺസിലർമാരെയും സ്വതന്ത്ര കൌൺസിലർ തെറ്റിദ്ധരിപ്പിച്ചതായാണ് പരാതി. പുത്തഞ്ചിറ മാരേക്കാട് വഴി ബസ് സർവീസ് ആരംഭിച്ചില്ല. നാട്ടുകാർ പ്രതിഷേധത്തിൽ. പതിറ്റാണ്ടുകൾ സർവീസ് നടത്തിയ ബസ് റോഡ് ശോചനീയാവസ്ഥയിലായതോടെയാണ് ഓട്ടം നിർത്തിയത്. പിന്നീട് ഇന്ന് വരെ ബസ് സർവീസ് പുനരാരംഭിക്കാൻ ജനപ്രതിനിധികൾക്കാർക്കും സാധിച്ചിട്ടില്ല. CPI കരൂപ്പടന്ന സ്കൂൾ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ ഷാജിക്ക് സ്വീകരണവും അനുമോദനവും നൽകി. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. PK സത്യൻ അധ്യക്ഷത വഹിച്ചു. ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ഗുരുവായൂർ മഞ്ജുളാൽ തറയിലെ ദീപസ്തംഭം കരിപുരണ്ട് വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രതിഷേധവുമായി BJP. ഇന്നലെ വൈകിട്ട് ഘോഷയാത്ര കടന്നുപോകുന്ന സമയത്ത് ദേവസ്വം ജീവനക്കാർ വൃത്തിയാക്കാനെത്തിയപ്പോഴായിരുന്നു പ്രതിഷേധം. ചാലക്കുടി കൂടപ്പുഴ ഫാസ് ഓഡിറ്റോറിയത്തിൽ 3.5 പതിറ്റാണ്ടിന് ശേഷം നാടകത്തിന് തിരശീല ഉയർന്നു. നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥയായ മുച്ചീട്ടുകളിക്കാരന്റെ മകൾ നാടകമാണ് അരങ്ങേറിയത്. വീണ്ടും വേദിയുണർന്നതോടെ നാടക ലഹരിയിലായിരിക്കുകയാണിപ്പോൾ ചാലക്കുടി. കയ്പമംഗലം പഞ്ചായത്തിലെ തകർന്നു കിടക്കുന്ന റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് CPM കയ്പമംഗലം ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു മാർച്ച് ഉദ്ഘാടനം ചെയ്തു. BS ശക്തിധരൻ അധ്യക്ഷനായി. നിർമ്മാണം പൂർത്തീകരിച്ച പാലത്തിന്റെ അനുബന്ധ റോഡ് ടാർ ചെയ്ത് നവീകരണം എന്ന ആവശ്യം ശക്തമാകുന്നു. ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തച്ചുടപ്പറമ്പിലേക്കുള്ള വഴിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച പാലത്തിന്റെ അനുബന്ധ റോഡാണ് ടാർ ചെയ്യണമെന്ന ആവശ്യം ഉയർന്നിരിക്കുന്നത്. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേസ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.